അവൻ നിന്നെ വേട്ടക്കാരുടെ കടിയിൽ നിന്നും നാശകരമായ മഹാമാരിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചുവരൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അർത്ഥം, ഏതൊരു വിഷയം വന്നാലും നീ ശരണം പ്രാപിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അത് അത്യുന്നതന്റെ ചിറകിൻ നിഴലിലാണ്. നാം പലപ്പോഴും പലവിധം നമ്മുടെ ജീവിതത്തിന്റെ മേലെ ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും നാം ആദ്യം അന്വേഷിക്കുന്നത് ഈ ലോകപരമായ സൊല്യൂഷൻസ് ആണ്. വിചാരിച്ച് നാം ഈ ലോകത്തിൻ്റെതായ വക്താക്കളെ എല്ലാം വിളിക്കുകയും അന്വേഷിക്കുകയും അതിൽ പ്രകാരം ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാനായിട്ടിടയാണ്. പക്ഷേ ഈ സമയങ്ങളിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉറക്കം നഷ്ടപ്പെടുവാനായിട്ടിടയാകും, സമാധാനം നഷ്ടപ്പെടുവാനായിട്ടിടയാകും, കുഞ്ഞുങ്ങളുടെ മുൻപിൽ പോലും ഒരു സന്തോഷം പ്രാപിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നാം നെട്ടോട്ടം ഓടുവാൻ ഇടയാകും. പക്ഷേ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ശരിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുവാനായിട്ടിടയാകണം. ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന ശ്രേഷ്ഠമായ അനുഭവമാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ദൈവം അവനെ കവർ ചെയ്ത് സൂക്ഷിക്കുവാനായിട്ടിടയാകും. അപ്പോ സൊല്യൂഷൻ ഇത് എവിടെ നിന്ന് കിട്ടും? ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് വന്നപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വെള്ളം കയ്പുള്ളതായിരുന്നു. ആ കയ്പുള്ള വെള്ളം അവർ കുടിച്ചിട്ട് കയ്പ്, ഇത് മരണമെന്ന് പറയുവാനായിട്ടിടയായി. ഇവരെല്ലാം അന്യോന്യം പിറുപിറുക്കാനും മോശയ്ക്കെതിരെ മത്സരിക്കുവാനുമായിട്ട് ഇടയായപ്പോൾ മോശ ദൈവത്തോട് നിലവിളിപ്പാൻ, ദൈവത്തോട് ചോദിപ്പാൻ പോയി. മോശയ്ക്ക് ഉത്തരം കിട്ടി എന്താണെന്നറിയാമോ? നീ എവിടെ പോണ്ട, അവിടെ ഇരിക്കുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി അതിലിട്ടാൽ മതി. സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തത് അവിടെയുള്ള ആരുമല്ല, ദൈവം ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ മരത്തിന്റെ കൊമ്പ് വെട്ടിയിട്ടാൽ ഈ വെള്ളം, കയ്പായുള്ള ഈ വെള്ളത്തെ മാധുര്യമാക്കി തീർക്കുവാനായിട്ടിടയാകും എന്ന് പറഞ്ഞാൽ, ഇതുവരെ മരണം കൽപ്പിച്ചുകൊണ്ടിരുന്ന ആ വെള്ളം, ഇതുവരെ ആരും കുടിക്കാതിരുന്ന വെള്ളം, ഇതുവരെ കുടിച്ചവരെല്ലാം അവൻ കയ്പെന്ന് പറഞ്ഞ് ഭീതിയോടെ കണ്ട ആ വെള്ളം ദൈവ കൽപ്പന അനുസരിച്ചപ്പോൾ അത് സകലർക്കും ജീവൻ പ്രദാനം ചെയ്യുന്ന ഒരു വെള്ളമായി തീർന്നു. മാറയെ മധുരമാക്കുന്ന ഒരു വെള്ളമായി തീർന്നു. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തെ ഇന്ന് രാത്രിക്കാലം